ആന്ധ്രയിലെ ഗുണ്ടൂരിലെ ചിലവൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 18, 2026 വെളുപ്പിന് ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ലോകം ഗാന്ധി എന്ന് പറയുന്ന 70 വയസ്സുള്ള ഒരാൾ ആളുടെ വീട്ടിൽ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. അപ്പോഴാണ് ആള് ഒരു സൗണ്ട് കേൾക്കുന്നത്. ഡോറിൽ ആരോ തട്ടുന്നുണ്ട്, അതേപോലെ തന്നെ അപ്പൂപ്പ എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് വിളിക്കുന്നുമുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ തൻ്റെ പേരക്കുട്ടിയാണെന്നുള്ളത് ആൾക്ക് മനസ്സിലാവാണ്. വെളുപ്പാങ്കാലത്ത് ഇവൻ എന്താണ് വന്ന് ഡോറ് തട്ടുന്നത് എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് ആ ഒരു ഉടക്കച്ചടവിൽ നിന്ന് ആൾ നേരെ എഴുന്നേറ്റ് ചെന്നിങ്ങനെ ഡോറ് തുറക്കുകയായിരുന്നു. അപ്പോൾ ആ പയ്യനാകപ്പാടെ കിതക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വല്ലാത്തൊരു പരിഭ്രമവും ആ പയ്യന്റെ മുഖത്തുണ്ടായിരുന്നു. കിതച്ചുകൊണ്ട് ഈ ഒരു പയ്യൻ തൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു വാർത്ത കേട്ട് ആള് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി പോവായിരുന്നു. അപ്പൂപ്പ വേഗം വായോ, അച്ഛൻ എഴുന്നേക്കുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ആ പയ്യൻ പറഞ്ഞത്. അപ്പോൾ ആൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടായിരുന്നു ആളുടെ മകനായിട്ടുള്ള ലോകം ശിവരാജ് താമസിച്ചിരുന്നത്. ഉടനെ തന്നെ ആൾ ലോകം ശിവരാജിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ഓടി ചെല്ലായിരുന്നു. അപ്പോഴത്തേനും ശിവരാജിൻ്റെ വീടിൻ്റെ അടുത്ത് ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. നൈബേഴ്സൊക്കെ ഇതേപോലെ തന്നെ ആ ഒരു വീട്ടിലോട്ട് അപ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. ആൾ നേരെ ആ ഒരു വീടിനകത്തോട്ട് കയറി തൻ്റെ മകൻ്റെ മുറിയിലോട്ട് കയറി നോക്കുമ്പോൾ ആളവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് അനങ്ങുന്നില്ല. കൈയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ പൾസൊന്നുമില്ല. വിളിച്ചു നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആളുടെ വൈഫ് ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ തൻ്റെ മരുമകളുടെ അടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ തന്നെ ആളെ വിളിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ ആളിങ്ങനെ തട്ടി നോക്കിയപ്പോൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ മൂക്കിൻ്റെ അവിടെ കൈവച്ച് നോക്കിയപ്പോൾ ശ്വാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇതേപോലെ തന്നെ നാട്ടുകാരെ വിളിച്ച് കൂട്ടിയതും അതേപോലെ തന്നെ മോനെ വിട്ട് നിങ്ങളെ വിളിപ്പിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ കരഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ ലോകം ഗാന്ധിയുടെ അടുത്ത് പറയുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ആൾക്ക് വേറൊന്നും പിന്നെ പറയാനുണ്ടായിരുന്നില്ല. എന്ത് പറയാൻ, ആൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആളുടെ മകൻ മരിച്ചുപോയി. അപ്പോൾ അത്രത്തോളം വിഷമം ആൾക്കുണ്ടാവുകയാണ്. ആളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും ഈ ഒരു ശിവരാജുവിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡി ഇങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ, നമുക്ക് ബോഡി എടുത്ത് കയറ്റി ഹാളിലോട്ട് കിടത്തണ്ടേ, ബാക്കി ആളുകളൊക്കെ കാണാൻ വരില്ലേ, ബാക്കി എന്താ പറയുക ചടങ്ങുകളൊക്കെ നടത്തണ്ടേ എന്നുള്ള കാര്യം ഈ ഗാന്ധിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആളാന്ന് മൂളാണ്. അങ്ങനെ ഫ്രണ്ട്സ് ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ കിടത്തി അതേപോലെ തന്നെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് എടുത്തപ്പോഴാണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. അതായത് ശിവരാജുവിൻ്റെ ചെവിയിൽ നിന്നും അതേപോലെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ അതും പോരാത്തതിന് ആളുടെ നെഞ്ചിലെന്തോ ഒരു വലിയ പാടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുഖത്തും കഴുത്തിലൊക്കെ ചെറിയ രീതിയിൽ കീറലേറ്റ പാടുണ്ടായിരുന്നു. അതായത് വലിയ പാടല്ല, ബട്ട് എന്തോ കൊണ്ട് പോറിയ പോലുള്ള പാടുകളുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഫ്രണ്ട്സിനാകപ്പാടെ സംശയം തോന്നുകയാണ്. ആ ഒരു സംശയം ശിവരാജുവിൻ്റെ അച്ഛനായിട്ടുള്ള ഗാന്ധിയുടെ അടുത്ത് ഇവർ പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഗാന്ധിയും പറഞ്ഞു, എനിക്കും അങ്ങനെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എൻ്റെ മോൻ നല്ല ആരോഗ്യമുള്ളൊരു പയ്യൻ തന്നെയായിരുന്നു. അവൻ നന്നായിട്ട് അധ്വാനിക്കുന്നൊരു പയ്യനാണ്. അതേപോലെ തന്നെ ഫിസിക്കലി യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. സഡൻ ആയിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു രീതിയിലായിരുന്നു ആളും പ്രതികരിച്ചത്. അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മരണം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഗാന്ധിയും അതുപോലെ തന്നെ ശിവരാജുവിൻ്റെ ഫ്രണ്ട്സും തീരുമാനിക്കുകയാണ്. അവർ നേരെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ മരണത്തിൽ എന്തോ സംശയമുണ്ടെന്നുള്ള രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയ പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ്. പോലീസുകാർ പറഞ്ഞു, ഈ ഒരു ലോകം ഗാന്ധി മകൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓട്ടോപ്സി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന കുറേ ബന്ധുക്കളും കുറേ ആളുകളും അതിനെ ഒപ്പോസ് ചെയ്യാണ്. എന്തായാലും ആ പയ്യൻ മരിച്ച്, ഇനി ആ പയ്യൻ്റെ ബോഡി വെട്ടിക്കീറി പൊളിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ചോദിച്ചു. അതേപോലെ തന്നെ ആളുടെ വൈഫും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എനിക്ക് ഇത്രേ പ്രായമായിട്ടുള്ളൂ, ആളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കാര്യം സംഭവിച്ചത്, വെറുതെ ആളുടെ ദേഹമൊക്കെ വെട്ടിപ്പൊളിക്കണോ എന്നുള്ളതായിരുന്നു അവരുടെയും ചോദ്യം. എന്നാൽ പോലീസിന് ഓൾറെഡി കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് വേറൊരു ഇതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അപ്പോൾ ഈ ഒരു മരണം കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ ആ ഒരു വീടും കാര്യങ്ങളും സീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് രാത്രി ശിവരാജുവിന് എന്താണ് സംഭവിച്ചത്? ആള് ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെയാണോ മരണപ്പെട്ടത്? അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ മരണത്തിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്.
അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ഈ ഒരു ശിവരാജുവിനെ കുറിച്ച് ഇങ്ങോട്ട് കൂടുതലായിട്ട് അവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആൾ നല്ലൊരു സ്വഭാവമുള്ളൊരു മനുഷ്യനാണെന്നും പറയത്തക്ക ശത്രുക്കളൊന്നും ആൾക്ക് ഇല്ല എന്നുള്ളതും പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 2017 കേട്ടോ ആളുടെ വിവാഹം കഴിയുന്നത്. ലക്ഷ്മി മാധുരി എന്നായിരുന്നു ആളുടെ വൈഫിൻ്റെ പേര്. അപ്പോൾ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കപ്പിളിന് 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അവർ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറിയിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു വീട് സ്വന്തമായിട്ട് ആൾ പണിതു. അപ്പോൾ ആൾക്ക് എന്താ പറയുക, ഉള്ളിയുടെയും അതേപോലെ തന്നെ സവാളയുടെ ഒക്കെ ബിസിനസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വരുമാനം ആൾക്ക് ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യലി യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരുടെ ലൈഫും കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ലക്ഷ്മിക്ക് വീട്ടിലിരുന്ന് ബോറടി കൂടിയത്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നാവും എന്നുള്ളൊരു തോട്ടിലോട്ട് അവരെത്തുകയാണ്. അങ്ങനെയാണ് വിജയവാഡയിലുള്ള ഒരു തിയേറ്ററിൽ ടിക്കറ്റ് കൗണ്ടറിൽ അവർ ജോലിക്ക് കയറുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ജോലിയും കാര്യങ്ങളും ഉണ്ട്, രണ്ടുപേർക്കും വരുമാനവും ഉണ്ട്. കുട്ടികളുടെ സ്കൂൾ ഫീസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളായിക്കോട്ടെ, ബാക്കി എന്ത് പരിപാടി ആയിക്കോട്ടെ, ഇതൊന്നും അവർക്ക് വലിയ വിഷയമുള്ളൊരു കാര്യമായിരുന്നില്ല. എന്നാലും ഹൈദരാബാദിൽ ഒരു ജോലി ട്രൈ ചെയ്താലോ എന്ന് ശിവരാജ് വിചാരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു ഫ്യൂച്ചറിനും മറ്റൊക്കെ വേണ്ടിയിട്ട് ടൗണിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നന്നാവും എന്നുള്ള ഒരു തോട്ടായിരുന്നു ആ ഒരു ഭാര്യക്കും ഭർത്താവിനും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ജോലി അന്വേഷിച്ചിട്ട് തൻ്റെ ഈ ഒരു എന്താ പറയുക സവാളയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ആൾ നേരെ ഹൈദരാബാദിലോട്ട് വണ്ടി കയറുന്നത്. അവിടെ എത്തി കുറേ നാൾ ജോലി അന്വേഷിച്ചിട്ടും ആളുടെ ആ ഒരു പഠിപ്പിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള നല്ലൊരു ജോലിയൊന്നും ആൾക്ക് കിട്ടിയില്ല. അതിനുശേഷം ഒരു ട്രാവൽ കമ്പനിയിൽ ഡ്രൈവറായിട്ട് ആൾ ജോലി ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും 10-15 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആൾ ഹൈദരാബാദിൽ നിന്നും ലീവിനായിട്ട് നാട്ടിലോട്ട് വരുന്നത്. നാട്ടിലെത്തി അച്ഛനെ കണ്ട മക്കൾക്കൊക്കെ സന്തോഷമാവാണ്, ഭാര്യയും ഹാപ്പിയായി. അപ്പോൾ എന്താ പറയുക, ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് അന്നത്തെ ദിവസം രാത്രി, അതായത് ഈ ഒരു കൃത്യം നടന്ന അന്നത്തെ ദിവസം രാത്രി 2 കിലോ മട്ടൻ വാങ്ങിയിട്ട് അവർ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആൾക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ഡിഷായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി ആൾ നല്ല രീതിയിൽ മട്ടൻ ബിരിയാണി കഴിക്കുകയാണ്. അതായത് സാധാരണ കഴിക്കുന്നതിലും കൂടുതലായിട്ട് ആൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു കിടന്നത്. പിന്നീട് ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ വരുന്നത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് അയാൾ ഹാർട്ട് അറ്റാക്ക് ഒന്നായിരുന്നില്ല മരിച്ചത്. യഥാർത്ഥത്തിൽ ആളുടെ മരണം ഒരു കൊലപാതകമായിരുന്നു. അയാളെ ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. വായും മൂക്കും ഒരുമിച്ച് പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് ആളെ കൊലപ്പെടുത്തിയത്. അതേപോലെ തന്നെ ആളുടെ 3 വാരിയൽ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ആളുടെ കഴുത്തിലും മുഖത്തുമൊക്കെ കീറലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം രാത്രി ആൾ ഉറക്ക ഗുളികയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായി, ആ വീട്ടിലുള്ള ആൾ തന്നെയാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ നിന്നുള്ളത്. അങ്ങനെ ഓൾറെഡി സീൽ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വീട് കംപ്ലീറ്റ് പോലീസുകാർ അരിച്ചു വർക്കാണ്. അപ്പോൾ അവരുടെ മുറിയിൽ നിന്നും പോലീസിന് ഉറക്ക ഗുളികയുടെ സ്ട്രിപ്പ് കിട്ടി. ഏകദേശം 20ഓളം വരുന്ന ഗുളികകളുടെ സ്ട്രിപ്പാണ് പോലീസിന് അവിടെ നിന്ന് കിട്ടിയത്. അതേപോലെ തന്നെ എന്താ പറയുക, ബാക്കിയുള്ള ഫുഡിൻ്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ അവർ ലാബിലോട്ട് അയച്ചു. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ലക്ഷ്മിയെ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ എൻ്റെ ഭർത്താവ് ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത്, ഇന്നലെ കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചും മറിച്ചും തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം പോലീസുകാർ ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന കാര്യവും അതേപോലെ തന്നെ എന്താ പറയുക ശ്വാസം മുട്ടിച്ചാണ് വന്ന കാര്യം എന്നുള്ളതൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞു. പിന്നീട് അവർക്ക് മനസ്സിലായി ഇനി കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെയാണ് അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ പോലീസിൻ്റെ അടുത്ത് തുറന്നു പറയുന്നത്. ഈ ഒരു ലക്ഷ്മിയുടെയും ശിവരാജുവിൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ ഇവർ തമ്മിൽ യാതൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിലായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആളുടെ സവാളയുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഫൈനാൻഷ്യലി ഇവർക്ക് യാതൊരു സീനും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഇവർക്ക് കുഞ്ഞു പിറക്കുകയാണ്, അതിനിടയിൽ ഒരു വീട് വെച്ചു, എല്ലാം ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ലക്ഷ്മിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നതും അതേപോലെ തന്നെ അവരൊരു ജോലി അന്വേഷിക്കുന്നതും പിന്നീട് വിജയവാഡയിലുള്ള ഒരു തിയേറ്ററിലെ കൗണ്ടറിൽ അവർക്ക് ജോലി ലഭിക്കുന്നതും. പ്രശ്നങ്ങൾ അവിടെ നിന്നായിരുന്നു. അവർ സാധാരണഗതിയിലൊന്നും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആള് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടെ വരാനായിട്ട് തുടങ്ങി. കൊണ്ടവീട്ടി ഗോപി എന്നായിരുന്നു ആളുടെ പേര്. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആൾക്ക് 30 വയസ്സാണ് പ്രായം. ഈ ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ 35 വയസ്സുണ്ട് കേട്ടോ. അങ്ങനെ ആളിടക്കിടക്ക് വരുന്നത് കൊണ്ട് തന്നെ ആളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയാണ്. പതിയെ ഒരു ഫ്രണ്ട്സ് ആവാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇവർക്കിടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുള്ള ആ ഒരു സംഭവം മാറിയിട്ട് വേറൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയാണ്.
ഗോപിയെ കണ്ടപ്പോൾ തൻ്റെ ഭർത്താവിനെയും മക്കളെയും എല്ലാവരെയും ലക്ഷ്മി മറക്കുകയാണ്. ആളുടെ കൂടെ ഒരുപാടധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ രണ്ടുപേരും കറങ്ങാൻ പോകാനായിട്ട് തുടങ്ങി. പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും റൂം എടുക്കാനും അങ്ങനെ ഇങ്ങനെ കമിതാക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഭർത്താവിൽ നിന്നും കുട്ടികളിൽ നിന്നും അവർ ചെറിയൊരു ഗ്യാപ്പ് ഇടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഭർത്താവിനെ അകറ്റി നിർത്തുന്നതിനുള്ള കുറേ കാരണങ്ങളും ഇവർ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഉള്ളിലെ സവാളയുടെ മണമാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പോലും തോന്നണില്ല, ഇത് ഇത്തിരി മോശപ്പെട്ട ജോലിയല്ലേ, എത്ര കാലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജോലി ചെയ്യുക. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സ്വന്തം ബിസിനസ് അല്ലേ, ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ല, നല്ല കാശും കിട്ടുന്നുണ്ട്, പിന്നെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ ലക്ഷ്മിയാണ് പറഞ്ഞത് നമ്മളുടെ കുട്ടികളുടെ ഒക്കെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സിറ്റിയിലോട്ട് മാറുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സിറ്റിയിൽ പോയിട്ട് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. ഹൈദരാബാദിലോട്ട് നിങ്ങളിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിഗ്നിറ്റി ഉള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും, അപ്പോൾ ഇതിലും കൂടുതൽ ശമ്പളവും നിങ്ങൾക്ക് ലഭിക്കും, പിന്നീട് നമുക്ക് അങ്ങോട്ട് മാറാം, അതായിരിക്കും നല്ലതെന്നുള്ളൊരു കാര്യം ഇവർ പറയാണ്. അങ്ങനെ ലാസ്റ്റ് തൻ്റെ ഭാര്യയുടെ ആ ഒരു പറച്ചിൽ കേട്ടിട്ട് എന്താ പറയുക, ഗത്യന്തരമില്ലാതെ ആൾ നാട്ടിലത്തെ ആ ഒരു ബിസിനസ് ഒഴിവാക്കിയിട്ട് നേരെ ഹൈദരാബാദിലോട്ട് പോവുമായിരുന്നു. ഇയാളെ പറഞ്ഞയക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ബിസിനസ്സും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ആൾ വീട്ടിലോട്ട് വരാം. അപ്പോൾ ഗോപിയെ ഇവർക്ക് വീട്ടിലോട്ട് വിളിച്ച് കയറ്റാനൊന്നും നടക്കൂല. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും കറങ്ങുന്ന സമയത്തും ഇയാൾ കാണാനുള്ള സാധ്യത ഉണ്ട്. അതായത് ആ നാട്ടിലൊക്കെയാണ് ആൾ ബിസിനസ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് പല പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ എന്താ പറയുക, ഇവരുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അയാളെ അവിടെ നിന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചത്. അതിനുള്ളൊരു റീസൺ ആയിട്ടാണ് ഈ ഒരു ഉള്ളി ബിസിനസ്സും കാര്യങ്ങളും മോശമാണെന്ന് പറഞ്ഞുണ്ടാക്കിയതും അതേപോലെ തന്നെ ഹൈദരാബാദിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആളെ അങ്ങോട്ട് പറഞ്ഞയച്ചതും. അപ്പോൾ ഹൈദരാബാദിലെത്തിയിട്ട് ഈ ശിവരാജ് കുറേ ജോലിക്കായിട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ നല്ല ജോലിയും കാര്യങ്ങളൊന്നും ആൾക്ക് ലഭിച്ചില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. എന്തായെങ്കിലും ഈ ഒരു ഏജിൽ വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണിയൊന്നും കിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ലക്ഷ്മിക്ക് അറിയായിരുന്നു. അത് തന്നെയായിരുന്നു അവർക്ക് വേണ്ടതും. അങ്ങനെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപിയുടെ കെയർ ഓഫിൽ അവിടെ ഒരു ട്രാവൽ കമ്പനിയിൽ ഒരു ഡ്രൈവറായിട്ടുള്ള ജോലിയും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ആളിങ്ങനെ വണ്ടി ഓടിച്ച് നടന്നു. എന്നാലും വണ്ടി ഓടിക്കുമ്പോഴൊന്നും ആൾ തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആൾ ആലോചിക്കുകയാണ്, എനിക്ക് ഇതിലും കൂടുതൽ പൈസ നാട്ടിൽ ബിസിനസ് ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം മുതലാളിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പിന്നെ വണ്ടി ഓടിക്കാൻ വേണം, ഇത് വലിയ താല്പര്യവും ഇല്ല, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു ജോലിയും കാര്യങ്ങളും രാജിവെച്ചിട്ടായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും 10-15 ദിവസങ്ങൾക്ക് മുൻപ് ആൾ നാട്ടിലോട്ടെത്തിയത്. നാട്ടിലെത്തിയിട്ട് തൻ്റെ പഴയ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെയായിരുന്നു ആളുടെ തീരുമാനം. അപ്പോൾ ഈ ഒരു കാര്യം തൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്കത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും തൻ്റെ ലൈഫിൽ ഇത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കിയതും തൻ്റെ മക്കൾ ഇത്രത്തോളം ആക്കിയതും വീട് ഇത്രയും കാലം നോക്കിയതും ഒരു വീട് പണിതതും ഒക്കെ ആ ഒരു ബിസിനസ് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിലും തനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആ ഒരു ബിസിനസ് തന്നെ ചെയ്യും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലോട്ട് എത്തിയിട്ട് തന്നെയായിരുന്നു ആൾ തിരിച്ച് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായത്. പിന്നെ വേറൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു. ആൾ ഹൈദരാബാദിലുള്ള ടൈമിൽ തൻ്റെ വൈഫായിട്ടുള്ള ലക്ഷ്മിയെ എപ്പോൾ വിളിക്കുമ്പോഴും മിക്കവാറും ടൈമിലും അവരുടെ ഫോൺ എൻഗേജ് ആയിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ലക്ഷ്മി അറിയാതെ അവരുടെ ഫോണും കാര്യങ്ങളും ഇയാൾ പരിശോധിക്കുകയാണ്. അപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് മെസ്സേജും കോളുകളൊക്കെ വരുന്നത് ആളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് ആൾ ലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അതിനുശേഷം ലക്ഷ്മി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ ഭർത്താവ് തന്നെ ഹറാസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യായിരുന്നു. യെസ്, ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ ഭർത്താവ് തന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കൊണ്ടാണ് ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് പോകില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആളെത്തുന്നത്. അതേപോലെ തന്നെ നാട്ടിലും ഈ ഒരു ലക്ഷ്മിയും വേറൊരാളും കൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പല ആളുകളും ഈ ഒരു ലക്ഷ്മിയെയും ഗോപിയെയും പല സ്ഥലത്ത് വെച്ച് കണ്ടതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗോപിയുടെ അതായത് ഈ ഒരു ശിവരാജുവിൻ്റെ ചെവിയിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും താൻ ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ട് പോകുമെന്നുള്ള ആ ഒരു തോട്ടോട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൾ തിരിച്ച് നാട്ടിലെത്തിയതും അതേപോലെ തന്നെ എന്ത് തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇനി ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുക്കുന്നതും.
അപ്പോൾ തൻ്റെ ഭർത്താവിനുള്ളിടത്തോളം കാലം തനിക്ക് ഗോപിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും ആളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ലക്ഷ്മി മനസ്സിലാക്കുകയാണ്. അപ്പോൾ തഞ്ചത്തിലും മഞ്ചത്തിലും പല തരത്തിലും ഭർത്താവിൻ്റെ അടുത്ത് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് ആയിരുന്നു ആൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും തിരിച്ചു പോയില്ല എന്നുള്ളത് ആൾ തീർത്തു പറയായിരുന്നു. അപ്പോൾ ലക്ഷ്മിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നു തുടങ്ങി. അതായത് ഇയാളോടുള്ളിടത്തോളം കാലം തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനോ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇയാളെ ഒഴിവാക്കണം. ഇയാളില്ലാതായിട്ടുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഇഷ്ടമുള്ള പോലെ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തോട്ട് അവർക്ക് വരികയാണ്. അങ്ങനെ ഗോപിയുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അയാളെ ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി ജാനുവരി 17. അന്ന് ശിവരാജ് പുറത്തു പോയ ടൈമിൽ ഗോപി നേരെ ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. വന്നപ്പോൾ 2 കിലോ മട്ടണും അതേപോലെ തന്നെ കുറച്ച് സ്ലീപ്പിംഗ് പിൽസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് ആളവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അപ്പം അന്നത്തെ ദിവസം ഈ ഒരു ലക്ഷ്മി നല്ല രീതിയിൽ തന്നെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ശിവരാജുവിന് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കി. അതേപോലെ തന്നെ ഭർത്താവിനുള്ള പോർഷനിൽ അവർ ഉറക്ക ഗുളിക പൊടിച്ച് ചേർക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ഈ ഒരു ശിവരാജ് വന്നു. മട്ടൻ ബിരിയാണി കണ്ടപ്പോൾ ആൾക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. ആളത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ ആൾ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഓൾറെഡി ബിരിയാണി കഴിച്ചാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. പിന്നെ ഉറക്ക ഗുളികയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പറയണ്ടല്ലോ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് നല്ലൊരു ക്ഷീണം തോന്നുകയാണ്. ആൾ നേരെ തന്നെ ആളുടെ ബെഡ്റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി തൻ്റെ മക്കളെയും കിടത്തി ഉറക്കി. പിന്നീട് പുറത്തൊക്കെ നോക്കി ആരുമില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കിയതിന് ശേഷം തൻ്റെ കാമുകനായിട്ടുള്ള ഗോപിക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. അങ്ങനെ ആരും അറിയാതെ ഗോപി നേരെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തി. അതിനുശേഷം ഇവരുടെ ബെഡ്റൂമിലോട്ട് കയറി. അപ്പോൾ ഇതൊന്നും അറിയാതെ ശിവരാജു കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ ഗോപി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ നെഞ്ചത്ത് കയറിയിരുന്നു. ആളുടെ കൈ രണ്ടും കൂട്ടി പിടിച്ചു. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു. ആ ഒരു സമയത്ത് ഈ ലക്ഷ്മി ഒരു തലയണ എടുത്തിട്ട് ആളുടെ മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു ആളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇയാൾ ആ ഒരു നെഞ്ചത്ത് കയറിയിരുന്ന് ഇത്രയും പ്രഷർ ചെയ്തത് കൊണ്ടാണ് വാരിയെല്ലൊടിഞ്ഞത്. അതേപോലെ തന്നെ ചെറിയൊരു സ്ട്രഗിളിൻ്റെയാണ് ആളുടെ കഴുത്തിലും അതേപോലെ തന്നെ മുഖത്തുമൊക്കെ പോറലേറ്റിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു തലയണ വെച്ച് ശ്വാസം മുട്ടിച്ചിട്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ അയാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോപിയെ ഉടനെ തന്നെ അവരവിടെ നിന്ന് പറഞ്ഞു വിടാണ്. പിന്നീട് ഉറങ്ങാതെ ആ ഒരു മൃതദേഹത്തിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു ലക്ഷ്മി. കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ബോറടിച്ച സമയത്ത് അവർ പോൺ വീഡിയോസ് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബോഡിയുടെ സൈഡിലിരുന്ന് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ചില റിപ്പോർട്ട്സിലും മറ്റും പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി മാധുരി 4 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവർ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തു. നേരെ തന്നെ പുറത്തോട്ട് ഇറങ്ങി ഓടിയിട്ട് അയ്യോ എൻ്റെ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ലേ എന്ന് പറഞ്ഞായിട്ട് നുള്ളൊളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്നുള്ള ആളുകൾ നേരെ അങ്ങോട്ട് എത്തുകയാണ്. അതേപോലെ തന്നെ തൻ്റെ മകനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെയാണ് ആ പയ്യൻ നേരെ അവിടെ നിന്ന് ഓടി അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നതും അതേപോലെ തന്നെ ഈ ഒരു ലോകം ഗാന്ധിയെ വിളിച്ചുകൊണ്ട് വരുന്നതും. തൻ്റെ മകൻ്റെ മരണ വാർത്ത ലോകം ഗാന്ധിക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യല്ലാതെ ആൾക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളൊക്കെ തകർന്ന് നിൽക്കുന്ന സമയത്താണ് ശിവരാജുവിൻ്റെ ഫ്രണ്ട്സ് വരുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ നോട്ട് ചെയ്യുന്നതും ഈ ഒരു ലോകം ഗാന്ധിയുടെ അടുത്ത് അതിനെക്കുറിച്ച് പറയുന്നതും പിന്നീട് പോലീസുകാർ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവുന്നതും പിന്നീട് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും. അപ്പോൾ ഈ ഒരു ലക്ഷ്മി ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നാട്ടിൻപുറമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോപ്സി ചെയ്യാനുള്ള സാധ്യത ഒന്നുമില്ല. അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് സുഖമായിട്ട് ഗോപിയുടെ കൂടെ താമസിക്കാമല്ലോ, ജീവിക്കാമല്ലോ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. അതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ എല്ലാ പ്ലാനുകളും തകിടം മറിയുക തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലീസുകാർ ലക്ഷ്മിയെ കൂടാതെ കൊണ്ടവീട്ടി ഗോപിയെയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഡോക്ടർ സുരേഷ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇവർക്ക് ഉറക്കഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അയാളെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. ഇനി ഇവർക്ക് എന്തൊക്കെ ശിക്ഷ കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.